നോക്കാം എന്റർടൈൻമെന്റ് ന്യൂസ്. മലബാർ ലഹളയുടെ പശ്ചാത്തലത്തിലുള്ള ജഗള എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ പുറത്തിറക്കിയ ചിത്രം ജൂലൈയിൽ റിലീസിംഗ് ചെയ്യും. കർഷകന്റെ മണ്ണും മനസ്സും വിയർപ്പും വിശപ്പും ഇഴചേർന്ന ഏറനാടൻ മണ്ണിലെ ഒരു ഗ്രാമത്തിലെ ചേപ്പു എന്ന അനാഥനായ മുസ്ലിം യുവാവിന്റെ കഥയാണ് ജഗള എന്ന ചിത്രം പറയുന്നത്. ലൈഫ് FM എന്ന ചിത്രത്തിനു ശേഷം ശ്രീദേവ് കപൂർ സംവിധാനം ചെയ്യുന്ന ചിത്രം കളരിക്കൽ ഫിലിംസിന്റെ ബാനറിൽ മനോജ് പണിക്കർ, സജിത് പണിക്കർ, ജിതേഷ് പണിക്കർ എന്നിവർ ചേർന്നാണ് നിർമ്മിക്കുന്നത്. മുരളി റാം, ശ്രീദേവ് കപൂർ എന്നിവർ ചേർന്നാണ് രചന നിർവഹിച്ചിരിക്കുന്നത്. വിദേശ ബോക്സ് ഓഫീസിൽ ചരിത്രം സൃഷ്ടിക്കാൻ ഒരുങ്ങിയ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ചിത്രം കൂലി. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രം 2025 ഓഗസ്റ്റ് 14 തിയേറ്ററുകളിൽ എത്തും. കൂലിയുടെ വിദേശ വിതരണാവകാശം 80-90 കോടി രൂപയ്ക്ക് വിറ്റുപോയെന്നാണ് റിപ്പോർട്ടുകൾ. തമിഴ് സിനിമകളുടെ ചരിത്രത്തിൽ ഇത്രയും വലിയ വിദേശ ഡീലാണ് എന്നാണ് റിപ്പോർട്ട്. വലിയ തുകയ്ക്ക് വിറ്റുപോയതിനാൽ കൂലി വിദേശത്ത് റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് ലക്ഷ്യമിടുന്നത്. റീ റിലീസ് ചെയ്ത ഹിന്ദി ചിത്രം സിതാരെ സമീൻ പർ 100 കോടി കടന്നതായി റിപ്പോർട്ട്. റിലീസ് ദിവസം മികച്ച നേട്ടം ബോക്സ് ഓഫീസിൽ നേടാൻ കഴിഞ്ഞില്ലെങ്കിലും രണ്ടാം ദിവസം ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ കൂടിയിരുന്നു. ആദ്യ ഞായറാഴ്ച 27.25 കോടി രൂപയായിരുന്നു കളക്ഷൻ. RS പ്രസന്ന സംവിധാനം ചെയ്ത ചിത്രത്തിൽ അമീർ ഖാനാണ് നായകൻ. സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി ചിറാപ്പുഞ്ചി മഴയത്ത് ഗാനം. സോഷ്യൽ മീഡിയ താരവും ഗായകനുമായ ഹനാൻ ഷായാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. സുഹൈൽ കോയയുടെ വരികൾക്ക് നിഹാൽ സാദിഖാണ് സംഗീതം. മ്യൂസിക് ആപ്പുകളിലും ഹിറ്റ് ലിസ്റ്റിൽ മുൻനിരയിലെത്തിയ ഗാനം 3 മില്യൺ ആളുകളാണ് കണ്ടത്. നിലാവഞ്ചി തുഴഞ്ഞത്ത് ചിറാപ്പുഞ്ചി മഴയത്ത്. 10 വർഷങ്ങൾക്ക് ശേഷം SJ സൂര്യ സംവിധാനം ചെയ്യുന്ന കില്ലർ ഒരുങ്ങുന്നു. ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ SJ സൂര്യ തന്നെയാണ് പ്രധാന വേഷത്തിൽ എത്തുന്നത്. ബിഗ് ബജറ്റിൽ നിർമ്മിക്കുന്ന ചിത്രം 5 ഭാഷകളിലാണ് റിലീസിനെത്തുന്നത്. ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബോളിവുഡ് താരം കാജോൾ നായികയായി എത്തിയ മാ ബോക്സ് ഓഫീസിൽ ശക്തമായ പ്രകടനം കാഴ്ചവെക്കുന്നു. 3 ദിവസത്തിനുള്ളിൽ 11.23 കോടി രൂപയാണ് ചിത്രം ഇന്ത്യയിൽ നിന്ന് നേടിയത്. ആദ്യ ദിനം 4.65 കോടി രൂപയും രണ്ടാം ദിനം 6.18 കോടി രൂപയും ചിത്രം നേടി. വിശാൽ ഫുരിയ സംവിധാനം ചെയ്ത മാ ജൂൺ 27 തിയേറ്ററുകളിൽ എത്തിയത്. ശ്രീ ഗണേഷ് സംവിധാനം ചെയ്ത 3 BHK ചിത്രം ജൂലൈ 4 റിലീസ് ചെയ്യും. തമിഴ്, തെലുങ്ക് എന്നീ ഭാഷകളിലായാണ് ചിത്രം നിർമ്മിച്ചത്. ശാന്തി ബാനറിൽ അരുൺ വിശ്വയാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഋതു ഹാരുൺ നായകനാകുന്ന തമിഴ് ചിത്രം ടെക്സാസ് ടൈഗറിന്റെ പ്രഖ്യാപന വീഡിയോ റിലീസ് ചെയ്തു. ഋതുവിന്റെ പിറന്നാൾ ദിനത്തോടനുബന്ധിച്ചാണ് വീഡിയോ അണിയറ പ്രവർത്തകർ റിലീസ് ചെയ്തത്. സെൽവകുമാർ തിരുമാറിനാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്.
മറ്റു വാർത്തകൾ നോക്കാം. SFI ദേശീയ സമ്മേളനത്തിന് സർക്കാർ സ്കൂളിന് അവധി നൽകിയ സംഭവത്തിൽ RDD ഓഫീസിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷത്തിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഏത് പോലീസുകാരനെടുത്താലും ഒരു ഇഞ്ചിനെ ആൾ വിടൂല. ഇന്നുകൊണ്ട് സമരം അവസാനിക്കില്ല. KSU ജില്ലാ പ്രസിഡന്റും സഹഭാരവാഹികളുടെ വന്നിരിക്കുമ്പോൾ